ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാൻ കപ്പലിനെ ആക്രമിച്ച US ഉടനടി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ്. അമേരിക്കൻ ഉപരോധം മറികടക്കുവാൻ ശ്രമിച്ച ഇറാൻ കപ്പലിനെ ആക്രമിച്ചെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തൗസ്ക എന്ന ഇറാനിയൻ കപ്പൽ US നേവിയുടെ കസ്റ്റഡിയിലെന്നും ട്രംപ്. കപ്പൽ പിടിച്ചെടുത്ത അമേരിക്കയുടെ നടപടി കടൽ കൊള്ളയെന്ന് ഇറാൻ സൈന്യം. കപ്പൽ ആക്രമണത്തിനെതിരെ ഉടനടി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഇറാൻ അമേരിക്ക രണ്ടാംഘട്ട ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വട്ടിയൂർക്കാവിലെ BJP CPIM സംഘർഷം. BJP കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ BJP CPIM സംഘർഷത്തിൽ BJP കൌൺസിലർമാർക്കെതിരെ ഉൾപ്പെടെ കേസെടുത്ത് പോലീസ്. സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെ ആക്രമിച്ചതിനാണ് കേസ്. സ്വമേധയാ എടുത്ത കേസിൽ BJP പ്രവർത്തകർ ഉൾപ്പെടെ 15ഓളം പേരും കണ്ടാൽ അറിയാവുന്ന 40 CPIM പ്രവർത്തകരും പ്രതികളാണ്. വിഷ്ണു തിരോധാനം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴിക്കോട് വടകര ആയിഞ്ചേരി സ്വദേശിയായ വിഷ്ണുവിന്റെ തിരോധാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. 10,000 രൂപയാണ് 25-കാരനായ വിഷ്ണു ലോൺ ആപ്പിൽ നിന്നും വായ്പയെടുത്തത്. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ കാണിച്ച് ലോൺ ആപ്പ് മാഫിയ സംഘത്തിലുള്ളവർ ഭീഷണിപ്പെടുത്തി എന്നാണ് കുടുംബം പറയുന്നത്. വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനം, മരണം 24. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരണം 24. വിരുദുനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ആളാണ് മരിച്ചത്. മരിച്ച 24 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. തിരിച്ചറിയുവാൻ കഴിഞ്ഞ 20 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. മൃതദേഹങ്ങൾ ഉടൻ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംഭവത്തിൽ വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇറാൻ US രണ്ടാംഘട്ട ചർച്ച. ഇസ്ലാമാബാദിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുവാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ. ഇറാൻ US ചർച്ചയ്ക്കായി ഇസ്ലാമാബാദിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുവാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ. US നാവിക ഉപരോധം പിൻവലിക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ വാദം. ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ഇറാൻ US ചർച്ച നാളെ നടന്നേക്കുമെന്ന് ട്രംപ് സൂചന നൽകിയിരിക്കുന്നത്. രണ്ടാംഘട്ട ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം നാളെ ഇസ്ലാമാബാദിൽ എത്തുമെന്നും ട്രംപ് അറിയിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഒരു കൂട്ടം വ്യക്തികളുടെ താൽപര്യ സംരക്ഷണത്തിനായി പാർട്ടി നിൽക്കുന്നു. CPIMൽ നിന്നും പുറത്താക്കിയതിൽ മറുപടിയുമായി ടി പുരുഷോത്തമൻ. CPIMൽ നിന്നും പുറത്താക്കിയതിൽ മറുപടിയുമായി പയ്യന്നൂർ AKG ഭവൻ ബ്രാഞ്ച് മുൻ അംഗം ടി പുരുഷോത്തമൻ. എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്ന വ്യക്തിപരമായ താൽപര്യമാണ് നടപടിക്ക് പിന്നിൽ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ് ഇതിനുള്ള കരു മാത്രമെന്നും ഒരു കൂട്ടം വ്യക്തികളുടെ താൽപര്യ സംരക്ഷണത്തിനായി പാർട്ടി നിൽക്കുന്നുവെന്നും വിമർശനമുണ്ട്. ഇടമലക്കുടിയിലെ റേഷൻ കൊള്ള. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളില്ല. ഇടമലക്കുടിയിലെ റേഷൻ കൊള്ളയിൽ ഗുരുതര കണ്ടെത്തലുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളില്ല. ഇടമലക്കുടിയിലെ റേഷൻ വിതരണത്തിൽ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്കും വീഴ്ചയെന്നും ഭക്ഷ്യ കമ്മീഷന്റെ കണ്ടെത്തൽ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.